ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലെക് സ്റ്റോറീസ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കോളേജിലെ എൻസൈറ്റ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമൊക്കെ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ അതിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ എൻ്റെ പോസ്റ്റേഴ്സും യൂട്യൂബിലാണെങ്കിലും ഞാൻ പോസ്റ്റ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണ്. ഇതൊരു 3 ദിവസത്തെ വീഡിയോസ് ഉണ്ട് ഇതിൽ. ഞാൻ കുറച്ച് അവിടെ ഇവിടെ ബിറ്റ്സ് ആൻഡ് പീസ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അതെല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് ക്ലബ് ചെയ്തിട്ട് ഒരു വീഡിയോ പോലെ ആക്കാം, ഒരു വ്ളോഗ് പോലെ ആക്കാമെന്ന് വിചാരിച്ച് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ പ്രാക്ടീസൊക്കെ ഉണ്ടാകും. ഞങ്ങൾക്ക് അടുത്ത ആഴ്ചയും വേറെ പ്രോഗ്രാം വരുന്നുണ്ട്, ബ്ലൂം എന്ന് പറഞ്ഞിട്ട്. അതൊരു നൈറ്റ് പരിപാടിയാണ്, 3 days നൈറ്റ് പരിപാടി. സോ അതിൻ്റെ പ്രാക്ടീസൊക്കെ ഇനി വന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ഒരു വ്ളോഗിൽ ഇങ്ങനെ അധികം ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് വീഡിയോസ് കുറച്ച് എടുത്തിട്ടുണ്ട്, എവിടേക്കൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തന്നതിന് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇനി അതിൻ്റെ ഇടയിൽ കൂടെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് പോവും. അപ്പോൾ അങ്ങനെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. കുറച്ച് വലിയ വീഡിയോ ആണ്, കാരണം ഒരു 3 ദിവസത്തെ വീഡിയോ അല്ലേ, അപ്പോൾ കുറച്ചധികം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഘോഷയാത്രയ്ക്ക് പോണതും ബെൻസായിട്ട് 2 ദിവസത്തെ കുറച്ച് കലാപരിപാടികളും ഒക്കെ ഉള്ള ഒരു ദിവസങ്ങളാണ്. അടുത്ത എൻസൈറ്റ് ഞങ്ങൾ ഈ കോളേജിൽ ഉണ്ടാവില്ല, ഞങ്ങൾ പാസ് ഔട്ട് ആവും. സോ ഇതായിരുന്നു ലാസ്റ്റ് എൻസൈറ്റ്. ഏതൊക്കെ പരിപാടികളായിക്കോട്ടെ ഞാനും റമിയും എപ്പോഴും ഉണ്ടാവും. ഞങ്ങൾ ഫസ്റ്റ് ഈ കോളേജിൽ ചേർന്ന സമയത്ത് ഒരു മൂഡ് കോമ്പറ്റീഷൻ വന്നിരുന്നു. അന്ന് തൊട്ട് ലാസ്റ്റ് വരെയുള്ള ഈ എൻസൈറ്റും ഞങ്ങൾ കോർഡിനേറ്റേഴ്സായി. അന്ന് വോളണ്ടിയേഴ്സ് ആയിരുന്നു, ഇന്ന് കോർ മെമ്പേഴ്സ് ആയിരുന്നു. കോർഡിനേറ്റേഴ്സായി നമ്മൾ നടത്തി. നല്ലൊരു സക്സസ്ഫുൾ തന്നെയായിരുന്നു എൻസൈറ്റ്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ കുറച്ച് ഫ്ലോപ്പായിരുന്നു, അതിന് മുന്നത്തെ വർഷത്തെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു എൻസൈറ്റ് എന്താ എന്നൊക്കെ. പക്ഷെ നമ്മൾ സക്സസ് ആക്കി മാറ്റിയത്, നല്ലൊരു പ്രോഗ്രാം ആക്കി മാറ്റി. ഇനി ബ്ലൂം വരുന്നുണ്ട്, അപ്പോൾ ബ്ലൂമിൻ്റെ വീഡിയോസ് ഞാൻ പിന്നിടാം. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് മെമ്മറി ആക്കി വെക്കണം എന്നുണ്ട്, കാരണം അടുത്ത എൻസൈറ്റ് ഞങ്ങൾക്ക് ഇല്ലല്ലോ. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേത്തെ എന്തൊക്കെ വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഇനോഗ്രേഷൻ സെറമണി പോലത്തെ സംഭവം നടക്കുന്നുണ്ട്. 2 കോളേജസ് ഉണ്ട്, നെഹ്റുവിൻ്റെ പാമ്പാടി ലക്കിടിയിലും. ഞങ്ങൾ ലക്കിടിയുടെ കോളേജിലെ പിള്ളേരും പാമ്പാടിത്തെ കോളേജിലെ പിള്ളേരും കൂടി വലിയ സംഭവങ്ങൾ. ഞാനൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, അങ്ങനെ ഇനോഗ്രേഷൻ ഒന്നും അധികം കാണാത്തതുകൊണ്ട്. സോ അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ക്യാമ്പസ് കോർഡിനേറ്ററും അവിടുത്തെ പാമ്പാടി ക്യാമ്പസ് കോർഡിനേറ്ററും തമ്മിലുള്ള ആ ഒരു കുറച്ച് ഇതിന് ഞങ്ങൾ ഘോഷയാത്ര പോലെ എൻസൈറ്റിന് പോണതും. സോ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വരും. ഓക്കെ, ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്ത് വിലയുള്ള നോട്ട്, ഈ നോട്ട് ചുടുമനസിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്. ചുമ്മാതെ കളയരുതമ്മിണിയെ, പുതു സമ്മാനമാക്കൂ സോദരിയെ. ജയവെന്തുന്ന മുക്കേ പൈങ്കിളിയെ, ജയ് കേരള വിദ്യാർത്ഥി മുന്നണിയെ. ചോര തുടിക്കണ കൈകളെ, സിന്ദൂര താര പതാക തരൂ, ചെങ്കതിരണിയാൻ കൂടെ വരൂ, നല്ല സഖാവിനൊരോട്ടു തരൂ, ഈ നാടിനു വേണ്ടി ഒരോട്ടു തരൂ. തക 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 തകതോ വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ ചുട്ടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്. മാതകളയരുതമ്മിണിയെ, പുതു സമ്മാനമാക്കൂ സ്വാതരിയെ. സ്വന്തമാക്കാൻ കൂടാതെ പിച്ചയുടെ കാത്തിരിക്കുന്നത് 10 ലക്ഷം രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളാണ്. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം നമ്മൾ തലേദിവസം ഡെക്കറേഷനൊക്കെ നടത്തുമല്ലോ. ഞങ്ങളുടെ ലോക്കാർ തന്നെ നോമോസ് എന്ന് പറയുന്നൊരു പരിപാടി നടത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ എൻസൈറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ലോ ആൻഡ് മാനേജ്മെൻറ്റ് ഫസ്റ്റ് നടത്തുന്നുണ്ട്. സോ അതിൻ്റെ ഡെക്കറേഷൻ പരിപാടി, അങ്ങനെ രാത്രിയില്ല കുറച്ച് വിഷ്വൽസ്, കുറേയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ
രാത്രി ഞങ്ങൾ വേഗം പോയി, ഞാനും റമിയും. ഒന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും വയ്യ, അപ്പോൾ അന്നും വയ്യായിരുന്നു. വീണ്ടും എനിക്ക് കോൾഡ്, പനി അങ്ങനത്തെ അസുഖങ്ങളൊക്കെ പിന്നെയും വന്നു. സോ അതിൻ്റെ കുറച്ച് വിഷ്വൽസ്. ഡേ 1 എൻസൈറ്റിൻ്റെ കുറേ ഞങ്ങളിങ്ങനെ എല്ലാ സ്റ്റോൾസിലൊക്കെ പോയിട്ട് എന്തൊക്കെയാണ് കാണുന്നത്. നമ്മുടെ കോളേജിലേക്ക് പല കോളേജസിൽ നിന്നും പല സ്കൂൾസിൽ നിന്നും കുട്ടികൾ വരും, പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അല്ലാണ്ട് വെറുതെ കാണാൻ വേണ്ടി വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ കുറച്ചൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. മോട്ടോ എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കോളേജിൽ. പാമ്പാടിയിലായിരുന്നില്ല, 2 ഡേയ്സും നമ്മുടെ കോളേജിലായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. മോട്ടോ ഷോ കുറേ കാസ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ര വിവരമില്ല അതിനെപ്പറ്റി, അതുകൊണ്ട് ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു ആളുടെ പേര്, ബാബ്സ് അല്ലേ, മൂപ്പരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ആ പുള്ളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ആളുടെ കൂടെ കുറേ പേര് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്രയ്ക്കുള്ള ക്രേസ് ഒന്നുമില്ല, അപ്പം അതൊക്കെ കുറച്ച് നേരം കണ്ടു നിന്നു, വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിഷ്വൽസ് ഇതിൽ നിങ്ങൾക്ക് കാണാം.
എനിക്കറിഞ്ഞോ എന്തിനും ഒഴുക്കി പതിയെ പോയാൽ മതി. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ പോവാന്ന് വിചാരിച്ചതാണ്. ഞങ്ങൾക്ക് ഓൾറെഡി കൂപ്പണൊക്കെ ഉണ്ട്, ഫ്രീ ഒക്കെയാണ് ഫുഡ്. പക്ഷേ ഫുഡ് അത്രയ്ക്ക് കൊള്ളില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഞങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കാൻ വലിയ താല്പര്യമില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി, ടർക്കിഷ് കഫേ അല്ല എന്നത് ടീ പോട്ട്, അവിടെ പോയിട്ട് ഞാൻ വേറെ എന്താണ് പറയുന്നത്, ടർക്കിഷ് ഷവർമ കഴിക്കാൻ പോകാന്നൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയോ പറയുന്നുണ്ട്. അവിടെ പോകാമെന്ന് വിചാരിച്ചതാണ്. ഞങ്ങളൊരു 3 മണി ഒക്കെ ആയി. അപ്പോൾ അത് പത്തിരിപ്പാലയല്ലേ, എവിടെയാണ് എവിടെ സ്ഥലം, കല്ലേക്കാട് അവിടെ ആയിട്ടാണ്. ഞാനും റമിയും കൂടി പുറപ്പെട്ടു അങ്ങോട്ട് പോകാൻ. അവിടെ പോയപ്പോൾ ഞാൻ അപ്പളേ അവളോട് പറഞ്ഞു അവിടെ തുറന്നിട്ടില്ല. അപ്പോൾ അവള് തുറന്നിട്ടുണ്ട്, സാധനങ്ങളൊക്കെ കണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒന്നും കിട്ടാണ്ട് വീണ്ടും ഇറങ്ങി. അതിനുശേഷം വണ്ടി ഓടിച്ചിട്ട് പാലക്കാട് വരെ എത്തി. ഞങ്ങൾ 4 മണി 5 മണിയായി ഫുഡ് കഴിക്കാൻ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലെത്തി. അവളെ ഞാൻ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നു. സോ അത് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞങ്ങളതൊരു പ്ലാൻഡ് ഒന്നുമല്ല, ഫുഡ് എവിടെയും കഴിക്കാൻ പോകാമെന്നേ വിചാരിച്ചുള്ളൂ. പാലക്കാട് വരെ ഓടിച്ചു പോകുമെന്ന് വിചാരിച്ചില്ല. അങ്ങോട്ട് മുമ്പ് ഞാൻ ഓടിച്ചു, ഇങ്ങോട്ട് ഒരു പുറമെ ഓടിച്ചു. കുറച്ച് കഴിയുമ്പോൾ വെയ്യാണ്ടായിട്ട് രണ്ടുപേർക്കും. എന്നാലും അത് നല്ലൊരു മെമ്മറി ആയിരുന്നു.
ഇരിക്കുകയാണ്. നാളത്തെ ഒരു ദിവസത്തെ കൂടി എൻസൈറ്റിന്റെ പ്രോഗ്രാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് വെറൈറ്റി ഉണ്ടെങ്കിൽ കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഡേ 2 ഇത് തന്നെയായിരുന്നു എൻസൈറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പോൾ അതിനും അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഉണ്ട്. അതിന് ശേഷം ഞങ്ങളുടെ ഓപ്പോസിറ്റ് കോളേജ് എന്ന് പറയും, പാമ്പാടി നെഹ്റു കോളേജിൽ ഞങ്ങൾ പോയി. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് കാണണമല്ലോ. സോ അവിടെ പോയതിൻ്റെ കുറച്ച് വിഷ്വൽസ്, ഫുഡ് കഴിക്കാൻ പോയതിൻ്റെ, പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു നമ്മുടെ കോളേജിൽ കയാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കയറി ഞാൻ റമീം. അത് കുറച്ച് ഫണ്ണായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. മുന്നിൽ അവിടെ കാറ് കഴിഞ്ഞില്ലേ ലാസ്റ്റ് കായല് പോലുണ്ട്. അവർക്കില്ല അങ്ങനെ ഇട്ടോളൂ മതിട്ടോ വീഡിയോ. ശരി കേട്ടോ ഗൈസ്. ഞങ്ങളുടെ എൻട്രൻസിന്റെ ഉള്ളിലേക്ക് ഞങ്ങളുടെ കോളേജിലുണ്ട്. ഇവിടെ പാമ്പാടി കോളേജിൽ ഇല്ല സാർ, അല്ല സാറേ പച്ച കുത്തിക്കിനെ ഉന്നോട് പേര്. നമ്മൾ എവിടെ പോവാണ് ഗൈസ്? കോളേജിൽ Pharma Expo. I'm a big fan. ലീഡർ എന്ന് പറയാം ജാസഫിന്റെ തലവൻ. അങ്ങനെ ഹോഴ്സ് കാണാൻ പോവാണ്. നീ കാണിച്ചതരാം ഗൈസ്. നിങ്ങൾ പോയി അടുത്ത് പോയി തൊട്ടെ. ഹായ് ഹോഴ്സ്.
ഈ ഐഡിയ കിട്ടിയിട്ടില്ല. നമ്മളെ പറഞ്ഞോണ്ടാണ്. പിള്ളേരൊക്കെ എന്താ ഒട്ടകല്ലേ? എന്തപ്പടെ ദുബായിലിരിക്കണ സാധനല്ലേ? Yes guys. കണ്ടോ ഞങ്ങൾ പറഞ്ഞിട്ട് വെച്ചതാ ടി വി കണ്ടോ ഫാൻസ് ഓഫ് മിസ്റ്റർ ബീൻ. ഓ നമ്മുടെ ഡെഡിക്കേഷൻ നോക്ക്. മൈ ഗോഡ്. എനിക്ക് വേറെ കാണാനില്ല. ഗൈസ് ഞങ്ങളിതാ പോവാ കയാക്കിങ്ങിന് പോവാണ്. യെസ് മാർക്കുണ്ടാവൂലേ ഇങ്ങനെ കോളേജിൽ കയാക്കിംഗ് ഒക്കെ നമുക്കൊരു സ്ഥലത്ത് പോകണ്ടേ? നമ്മുടെ കോളേജ് എന്തൊരു അടിപൊളി കോളേജ്. ചേച്ചി ഉച്ചക്കിരുന്നോളം വിമാനാണ്. അപ്പൊ പോവാല്ലേ? ഓക്കെ. ആ എടപ്പിലി സ്റ്റോപ്പിലിട്ടാ ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. ആ പിന്നെ പാപ്പി. അയ്യോ അയ്യോ എടാ ഭ്രാന്തൻ. അയ്യോ ഇതിനകത്ത് ഭ്രാന്തൻ അച്ചോ. എന്താ ഇയാൾ കളിക്കുന്ന സുനാപ്പി എന്ത് എത്രേ? അയ്യോ ആ കിട്ടിപ്പോയി. അർജുന ഒന്നും പറയണോ? ആളിറങ്ങി നിർത്തണോ? പോണോ? അയ്യോ അയ്യോ എടാ ഭ്രാന്തൻ. അയ്യോ ഇതിനകത്ത് ഭ്രാന്തൻ അച്ചോ. സോ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. ബൈ ഗൈസ്. ബൈ.